നമസ്കാരം. KCN വാർത്തകളിലേക്ക് സ്വാഗതം. പ്രധാന വാർത്തകൾ. അർജുനെ കാണാതായി 28 ദിവസമാകുന്നു. ഗംഗാവലി പുഴയിൽ അടിയൊഴുക്ക് കുറഞ്ഞ സാഹചര്യത്തിൽ തിരച്ചിൽ ഉടൻ പുനരാരംഭിച്ചില്ലെങ്കിൽ ശിരൂരിലെത്തി പ്രതിഷേധിക്കുവാനൊരുങ്ങി കുടുംബം. അശാസ്ത്രീയമായ ദേശീയപാത പ്രവൃത്തി. ചെർക്കളയ്ക്കും ചട്ടഞ്ചാലിനുമിടയിൽ VK പാറയിൽ റോഡിടിഞ്ഞു വീണ് നിരവധി കുടുംബങ്ങളുടെ വഴിയടഞ്ഞു. ഉപ്പയുടെയും മകന്റെയും പുസ്തകങ്ങൾ ഒരേ വേദിയിൽ വെച്ച് പ്രകാശനം ചെയ്തു. ഹുസൈൻ സിറ്റിസണിന്റെയും മകൻ അഹമ്മദ് മൻഹൽ ഹുസൈന്റെയും പുസ്തകങ്ങളാണ് പ്രകാശനം ചെയ്തത്. കുവൈറ്റിലെ തീപിടുത്തത്തിൽ നിന്നും രക്ഷപ്പെട്ട തൃക്കരിപ്പൂർ സ്വദേശി നളിനാക്ഷൻ നാട്ടിലെത്തി. മനോധൈര്യം ഒന്നുകൊണ്ട് മാത്രമാണ് ജീവിതം തിരികെ പിടിച്ചത്. കർക്കിടക തെയ്യം കെട്ടിയാടി കിട്ടുന്ന വരുമാനം മുഖ്യമന്ത്രിയുടെ ദുരിതാശ്വാസ നിധിയിലേക്ക്. വയനാടിന്റെ കണ്ണീരൊപ്പാൻ കൈകോർത്ത് തെയ്യം കലാകാരന്മാരും. കായിക പ്രേമികൾക്കായി ഗ്രാമോത്സവം സംഘടിപ്പിച്ച് അയ്യപ്പനഗർ ഗ്രാമോത്സവ വേദി. കൂഡ്ലു ഗംഗൈ ചെളിപ്പാടത്ത് സംഘടിപ്പിച്ച ഗ്രാമോത്സവം നാടിന്റെ ഉത്സവമായി. വാർത്തകൾ വിശദമായി. ശിരൂരിൽ മണ്ണിടിച്ചിലിനെ തുടർന്ന് അർജുൻ ഉൾപ്പെടെ 3 പേരെ കാണാതായിട്ട് ഇന്നേക്ക് 28 ദിവസമാകുന്നു. ഗംഗാവലി പുഴയിൽ അടിയൊഴുക്ക് കുറഞ്ഞ സാഹചര്യത്തിൽ തിരച്ചിൽ ഉടൻ പുനരാരംഭിക്കണമെന്നാണ് കുടുംബം ആവശ്യപ്പെടുന്നത്. തിരച്ചിൽ തുടർന്നില്ലെങ്കിൽ കുടുംബം ഉൾപ്പെടെ ശിരൂരിലെത്തി പ്രതിഷേധിക്കുമെന്ന് അർജുന്റെ ബന്ധു ജിതിൻ KCN ന്യൂസിനോട് പറഞ്ഞു. ജൂലൈ 16-നാണ് ശിരൂരിൽ നാടിനെ നടുക്കിയ ദുരന്തമുണ്ടായത്. മണ്ണിടിച്ചിൽ അപകടത്തിൽ 11 പേരെയാണ് കാണാതായത്. ഇതിൽ 8 പേരുടെ മൃതദേഹം നേരത്തെ തന്നെ കണ്ടെത്തിയിരുന്നു. മലയാളിയായ അർജുനു പുറമെ കർണാടക സ്വദേശികളായ ലോകേഷ്, ജഗന്നാഥ് എന്നിവരെയാണ് ഇനി കണ്ടെത്താനുള്ളത്. പ്രതികൂല കാലാവസ്ഥയെ തുടർന്നാണ് അന്ന് രക്ഷാദൗത്യം നിർത്തിവെച്ചത്. ഒഴുക്ക് 7 നോട്ട്സ് വേഗതയുള്ള ഗംഗാവലി പുഴയിൽ തിരച്ചിൽ മനുഷ്യസാധ്യമല്ല എന്നായിരുന്നു വിലയിരുത്തൽ. നദിയിലെ നീരൊഴുക്ക് കുറഞ്ഞ സാഹചര്യത്തിൽ തിരച്ചിൽ ഉടൻ പുനരാരംഭിക്കണമെന്നാണ് കുടുംബം ആവശ്യപ്പെടുന്നത്. തിരച്ചിൽ തുടർന്നില്ലെങ്കിൽ കുടുംബം ഉൾപ്പെടെ ശിരൂരിലെത്തി പ്രതിഷേധിക്കുമെന്ന് അർജുന്റെ സഹോദരി ഭർത്താവ് ജിതിൻ KCN ന്യൂസിനോട് പറഞ്ഞു. നമ്മൾ പ്രതിസന്ധി തന്നെയായിരുന്നു നേരിടുന്നത്. അന്ന് ഈ രക്ഷാപ്രവർത്തനം അല്ലെങ്കിൽ തിരച്ചിൽ നിർത്തുന്ന സമയത്ത് 4 ദിവസത്തേക്ക് മിനിമം നിർത്തുക എന്ന് പറഞ്ഞിട്ട് നിർത്തിയതായിരുന്നു. അതിനുശേഷം ഒരു തുടർ നടപടിയൊന്നും തികച്ചും ഒരു അലംഭാവമാണ് ജില്ലാ ഭരണകൂടത്തിന്റെ ഭാഗത്തു നിന്ന് ഉണ്ടായത്. ഇതുവരെ ഒരു തിരച്ചിലിനോ അല്ലെങ്കിൽ അത് അങ്ങനത്തെ ഒരു രീതിയിലുള്ള ഒരു മുന്നോട്ട് പോക്കോ ഉണ്ടായിട്ടില്ല അവരുടെ ഭാഗത്തു നിന്ന്. തീർച്ചയായിട്ടും കുടുംബം അതിൽ അതൃപ്തി തന്നെയാണ് അതില്. കാരണം നമ്മൾ ഇത്രയും വലിയൊരു ലോറിയും അതെല്ലാം ലൊക്കേറ്റ് ചെയ്ത് വെച്ച ഒരു സ്ഥലമുണ്ട്. അവിടേക്ക് ഒന്ന് എത്തിപ്പെടാൻ പറ്റുന്ന സാഹചര്യങ്ങളൊക്കെ ഉണ്ടായിരുന്നു. നേവി പറയുന്നത് പ്രകാരം അവർക്ക് 3 നോട്ടിൽ ഇറങ്ങും. പക്ഷേ ഈശ്വർ മാൽപേ എപ്പോഴും പറയുന്നുണ്ട് അവർക്ക് ഒരു പ്രതിസന്ധിയില്ല ഇറങ്ങുന്നതിൽ. ഞങ്ങൾ ആരും ഇതുവരെ കുടുംബമോ അല്ലെങ്കിൽ ആരും അദ്ദേഹത്തിനോട് ഇറങ്ങണമെന്ന് ഇതുവരെ ഞങ്ങൾ ആവശ്യപ്പെട്ടിട്ടില്ല. അദ്ദേഹം സോമനസാലെ അദ്ദേഹത്തിന്റെ കോൺഫിഡൻസിൽ ഇറങ്ങാനായിരുന്നു അദ്ദേഹത്തിന്റെ ഉദ്ദേശം. പക്ഷെ അതുപോലും അവിടുത്തെ ഭരണകൂടം അനുവദിക്കുന്നില്ല. അർജുൻ എല്ലാ ഫാമിലിയും കൂടി 2 ദിവസത്തിനുള്ളിൽ അങ്ങോട്ട് വരും. ഇതിനൊരു തീരുമാനം ആയിട്ടില്ലെങ്കിൽ ഫുൾ ഫാമിലി 2 ദിവസം കൊണ്ട് അവിടേക്ക് വരാനുള്ള പ്ലാനാണ്. അവിടെ നിന്നെല്ലാം ഏത് വിധത്തിൽ പ്രതിഷേധിക്കാനുള്ള ഞങ്ങൾ പ്രതിഷേധിക്കുക. ഇതിനിടെ ശിരൂരിൽ മണ്ണിടിച്ചിലിൽ കാണാതായ അർജുൻ ഉൾപ്പെടെയുള്ള 3 പേർക്കായുള്ള തിരച്ചിൽ പുനരാരംഭിക്കുന്ന കാര്യത്തിൽ പ്രതിസന്ധിയുണ്ടെന്നാണ് കർണാടക വ്യക്തമാക്കുന്നത്. കഴിയുന്ന എല്ലാ ശ്രമങ്ങളും നടത്തിയെന്നും ഗംഗാവലി പുഴയിൽ ശക്തമായ ഒഴുക്ക് തുടരുന്നതാണ് ഇപ്പോഴത്തെ വെല്ലുവിളിയെന്നും കർണാടക ഉപമുഖ്യമന്ത്രി DK ശിവകുമാർ പറഞ്ഞു. എന്നാൽ ദൗത്യം അവസാനിപ്പിക്കില്ലെന്നും തുടരുമെന്നും ഉപമുഖ്യമന്ത്രി വ്യക്തമാക്കി. അർജുന്റെ സഹോദരി ഭർത്താവ് ജിതിൻ നിലവിൽ ശിരൂരിലേക്ക് പുറപ്പെട്ടിട്ടുണ്ട്. തിരച്ചിൽ തുടർന്നില്ലെങ്കിൽ പ്രതിഷേധിക്കുന്നതിനായി 2 ദിവസത്തിനകം അർജുന്റെ കുടുംബം ശിരൂരിലേക്ക് പുറപ്പെടും. ലോറിയുടമ മനാഫ് നിലവിൽ ശിരൂരിൽ തന്നെയാണുള്ളത്. തിരച്ചിൽ പുനരാരംഭിച്ചാൽ സംസ്ഥാന സർക്കാരിൻ്റെ പ്രതിനിധിയായി മന്ത്രി മുഹമ്മദ് റിയാസ് ശിരൂരിലേക്ക് എത്തിയേക്കും. തിരച്ചിൽ തുടരുകയാണെങ്കിൽ പ്രധാനമായും മേജർ റിട്ടയർഡ് ഇന്ദ്രപാൽ റഡാർ പരിശോധനയിൽ കണ്ടെത്തിയ മാർക്ക് 4-ലായിരിക്കും അത്യപരിശോധന നടത്തുക. അർജുൻ യാത്ര ചെയ്ത ലോറി കണ്ടെത്തിയത് ഇവിടെയാണ്. ലോറിയുടെ ക്യാബിനകത്ത് അർജുൻ ഉണ്ടോ എന്നതായിരിക്കും പരിശോധിക്കുക. ഈശ്വർ മൽപയുടെ നേതൃത്വത്തിലുള്ള മുങ്ങൽ വിദഗ്ധർ അടങ്ങുന്ന സംഘമായിരിക്കും പരിശോധന നടത്തുക. ഇവരുടെ സഹായത്തിനായി നാവികസേനയുമുണ്ടാകും. അത്യാധുനിക സംവിധാനങ്ങൾ കൊണ്ടുവരണമോ എന്ന കാര്യത്തിൽ ബംഗളൂരുവിൽ ചീഫ് സെക്രട്ടറിയുടെ നേതൃത്വത്തിൽ നടക്കുന്ന ഉന്നതതല യോഗത്തിൽ തീരുമാനമുണ്ടാകും. കരയിലെ തിരച്ചിൽ അവസാനിച്ച സാഹചര്യത്തിൽ സൈന്യത്തിൻ്റെ സേവനം ഉണ്ടായിരിക്കില്ല. നാവികസേനയായിരിക്കും പ്രധാനമായും തിരച്ചിൽ നടത്തുക.
ന്യൂസ് ബ്യൂറോ, ശിരൂർ. അശാസ്ത്രീയമായ ദേശീയപാത പ്രവൃത്തിയെ തുടർന്ന് ചെർക്കളയ്ക്കും ചട്ടഞ്ചാലിനുമിടയിൽ VK പാറയിൽ റോഡിടിഞ്ഞു വീണ് നിരവധി കുടുംബങ്ങളുടെ വഴിയടഞ്ഞു. നേരത്തെ ഇവിടെ വിള്ളലുണ്ടായതിനെ തുടർന്ന് മണ്ണിടിച്ചിൽ ഭീഷണി ഉണ്ടായിരുന്നു. ഗതാഗതം പുനരാരംഭിക്കുന്നതിനായി റോഡിന് വീതി കൂട്ടുവാൻ കുന്നിടിക്കുന്ന പ്രവൃത്തി തുടരവെയാണ് ഇപ്പോൾ മുകൾ ഭാഗത്തെ റോഡ് ഇടിഞ്ഞു വീണത്. റോഡിൽ വിള്ളൽ കണ്ടെത്തിയ ചെർക്കളയ്ക്കും ചട്ടഞ്ചാലിനുമിടയിലെ VK പാറയിൽ റോഡിടിഞ്ഞു വീണതിനെ തുടർന്ന് പ്രദേശവാസികൾ ദുരിതത്തിൽ. ഗതാഗതം പുനരാരംഭിക്കുന്നതിനായി റോഡിന് വീതി കൂട്ടുവാൻ കുന്നിടിക്കുന്ന പ്രവൃത്തി തുടരവെയാണ് ഇപ്പോൾ മുകൾ ഭാഗത്തെ റോഡിടിഞ്ഞു വീണ സ്ഥിതി കൂടുതൽ വഷളായത്. റോഡിടിഞ്ഞു വീണതിനെ തുടർന്ന് നിരവധി കുടുംബങ്ങൾക്ക് 1.5 കിലോമീറ്ററോളം ഇടുങ്ങിയ റോഡിലൂടെ ചുറ്റി സഞ്ചരിക്കേണ്ട അവസ്ഥയാണ്. ഇതിൽ 9 കുടുംബങ്ങൾക്ക് ദേശീയപാത നിർമ്മാണത്തിനായി കുന്നിടിച്ചതിനോട് ചേർന്ന് മുകൾ ഭാഗത്ത് പുതുതായുണ്ടാക്കിയ ചെമ്മൺ റോഡിലൂടെ യാത്ര ചെയ്താലേ വീട്ടിലേക്ക് കയറുവാൻ കഴിയുകയുള്ളൂ. ഈ റോഡാകട്ടെ അപകട ഭീഷണിയിലുമാണ്. കിഴക്കുഭാഗത്ത് നിലവിലുണ്ടായിരുന്ന ദേശീയപാത ഇടിച്ച് താഴ്ത്തിയതിനെ തുടർന്ന് മുകൾ ഭാഗത്ത് കുടുംബങ്ങൾ ഉപയോഗിക്കുന്ന റോഡിൽ നിന്നും 10 മുതൽ 15 മീറ്ററോളം താഴ്ചയുമുണ്ട്. മഴ പെയ്താൽ റോഡിനൊപ്പം അരികും ഇടിഞ്ഞു വീഴുവാൻ സാധ്യതയുണ്ട്. റോഡിടിഞ്ഞു വീണ് നിർമ്മാണം നിലച്ചതോടെ താൽക്കാലിക റോഡൊരുക്കി വലിയ വാഹനങ്ങളെ കടത്തിവിടുന്നത് അനിശ്ചിതമായി നീളും. ഇതുവഴി ബസ്സുകൾ ഉൾപ്പെടെയുള്ള വാഹനങ്ങൾ തടഞ്ഞ് വഴിതിരിച്ചു വിടുകയാണ്. ബസ്സുകളുടെ യാത്രാവിലക്ക് സമീപവാസികളെ ബാധിച്ചിട്ടുണ്ട്. ഇതിനിടെ അശാസ്ത്രീയമായ കുന്നിടിക്കലിനെതിരെ നാട്ടുകാരുടെ നേതൃത്വത്തിൽ ചേർന്ന യോഗത്തിൽ വലിയ പ്രതിഷേധമാണുയർന്നത്. ജനജീവിതത്തിന് ഭീഷണിയാകുന്ന നിർമ്മാണത്തിനെതിരെ സമരം ശക്തമാക്കുവാൻ ചെർക്കള ഗവൺമെൻറ് UP സ്കൂളിൽ നെല്ലിക്കുന്നി MLA ഉൾപ്പെടെയുള്ള ജനപ്രതിനിധികളുടെ സാന്നിധ്യത്തിൽ നടന്ന നാട്ടുകാരുടെ യോഗം തീരുമാനിച്ചു. ചെർക്കള ചട്ടഞ്ചാൽ ദേശീയപാതയിൽ നിർത്തിവെച്ച ബസ് സർവീസ് അടിയന്തിരമായി പുനരാരംഭിക്കണമെന്ന് യോഗം ആവശ്യപ്പെട്ടു. സർവീസ് റോഡ് നിർമ്മിച്ച ശേഷമേ ദേശീയപാത നിർമ്മാണം അനുവദിക്കുകയുള്ളൂവെന്നും വീടുകൾക്ക് ഭീഷണി നേരിടുന്ന കുടുംബങ്ങൾ കോടതിയെ സമീപിക്കുമെന്നും യോഗം അറിയിച്ചു. ഇതിനാവശ്യമായ സഹായങ്ങൾ കർമ്മസമിതി നൽകും. ന്യൂസ് ബ്യൂറോ, കാസർഗോഡ്. തീരദേശ ഹൈവേ അലൈൻമെന്റിൽ മാറ്റം വരുത്താനുള്ള വലിയ പറമ്പിന്റെ തെക്കൻ മേഖലയിലുള്ളവരുടെ ആവശ്യം പരിഗണിക്കപ്പെടുന്നു. ഇതിന്റെ ഭാഗമായി തിങ്കളാഴ്ച തൃക്കരിപ്പൂർ കടപ്പുറം, കന്നുവീട് കടപ്പുറം, ഉദിനൂർ കടപ്പുറം ഭാഗങ്ങളിൽ ജനപ്രതിനിധികളും ഉദ്യോഗസ്ഥരും നാട്ടുകാരും ചേർന്ന് സ്ഥലപരിശോധന നടത്തി. തീരദേശ ഹൈവേ അലൈൻമെന്റിൽ മാറ്റം വരുത്താനുള്ള വലിയ പറമ്പിന്റെ തെക്കൻ മേഖലയിലുള്ളവരുടെ ആവശ്യം പരിഗണിക്കപ്പെടുന്നു. ഇതിന്റെ ഭാഗമായി തിങ്കളാഴ്ച തൃക്കരിപ്പൂർ കടപ്പുറം, കന്നുവീട് കടപ്പുറം, ഉദിനൂർ കടപ്പുറം ഭാഗങ്ങളിൽ ജനപ്രതിനിധികളും ഉദ്യോഗസ്ഥരും നാട്ടുകാരും ചേർന്ന് സ്ഥലപരിശോധന നടത്തി. തീരദേശ ഹൈവേ അലൈൻമെന്റിൽ വലിയ പറമ്പിലെ തെക്കൻ മേഖലയിൽ മത്സ്യത്തൊഴിലാളികൾ തിങ്ങിപ്പാർക്കുന്ന വീടുകളുടെ സംരക്ഷണം ഉറപ്പാക്കുന്ന തരത്തിൽ മാറ്റം വരുത്താൻ കഴിയുമോ എന്ന താൽപ്പര്യത്തിലാണ് തിങ്കളാഴ്ച M. രാജഗോപാലൻ MLA നേതൃത്വത്തിൽ ഉദ്യോഗസ്ഥരും ജനപ്രതിനിധികളും വലിയ പറമ്പിൽ സ്ഥലപരിശോധന നടത്തിയത്. അലൈൻമെന്റിൽ വലിയ പറമ്പ് പഞ്ചായത്തിലെ 5-ാം വാർഡിലുള്ള നിരവധി കുടുംബങ്ങളുടെയും ആരാധനാലയങ്ങളുടെയും പ്രശ്നങ്ങൾ അധികൃതർ കണ്ടറിഞ്ഞു. MLAയും റോഡ് ഫണ്ട് ബോർഡിലെ ഉദ്യോഗസ്ഥരും പഞ്ചായത്ത് അംഗങ്ങളും വിവിധ രാഷ്ട്രീയ പാർട്ടികളുടെ നേതാക്കളും സംയുക്ത സ്ഥലപരിശോധനയിൽ പങ്കെടുത്തു. 4-ാം വാർഡിന്റെ തെക്കൻ അതിർ മുതൽ 5-ാം വാർഡിന്റെ അതിരായ ഉദിനൂർ കടപ്പുറം വരെ 3.5 കിലോമീറ്റർ ദൂരം കായലോരവും കടലോരവും ഉദ്യോഗസ്ഥരും ജനപ്രതിനിധികളും പരിശോധന നടത്തി. M. രാജഗോപാലൻ MLA, റോഡ് ഫണ്ട് ബോർഡ് എക്സിക്യൂട്ടീവ് എഞ്ചിനീയർ KP വിനോദ് കുമാർ, അസിസ്റ്റന്റ് എക്സിക്യൂട്ടീവ് എഞ്ചിനീയർ K. ജയദീപ്, പ്രൊജക്ട് എഞ്ചിനീയർ N. ആര്യ, വലിയ പറമ്പ് ഗ്രാമപഞ്ചായത്ത് സ്ഥിരം സമിതി അധ്യക്ഷൻ K. മനോഹരൻ, പഞ്ചായത്ത് അംഗം C. ദേവരാജൻ, C. നാരായണൻ, KP ബാലൻ, C. പ്രഭാകരൻ, C. രാജൻ, KP സതീശൻ തുടങ്ങിയവരുടെ നേതൃത്വത്തിലാണ് തൃക്കരിപ്പൂർ കടപ്പുറം, കന്നുവീട് കടപ്പുറം, ഉദിനൂർ കടപ്പുറം ഭാഗങ്ങളിൽ സ്ഥലപരിശോധന നടത്തിയത്. ചൊവ്വാഴ്ച കൺസൾട്ടൻസി എഞ്ചിനീയറുടെ സംഘം 5-ാം വാർഡിൽ പരിശോധനയ്ക്കെത്തും. തുടർന്ന് അലൈൻമെന്റ് അന്തിമമാക്കി എസ്റ്റിമേറ്റ് തയ്യാറാക്കാനാണ് തീരുമാനം. ഉറുമീസ്, തൃക്കരിപ്പൂർ. ന്യൂസ് ബ്യൂറോ, ചെറുവത്തൂർ. ഉപ്പയുടെയും മകന്റെയും പുസ്തകങ്ങൾ ഒരേ വേദിയിൽ പ്രകാശനം ചെയ്തത് അപൂർവ ചടങ്ങായി. കാസർഗോഡ് റൈറ്റേഴ്സ് ഫോറത്തിന്റെ ആഭിമുഖ്യത്തിൽ ജില്ലാ ലൈബ്രറി ഹാളിലാണ് പരിപാടി സംഘടിപ്പിച്ചത്. ഹുസൈൻ സിറ്റിസൺ രചിച്ച ഈ ലോകം ഇവിടെ കുറെ മനുഷ്യർ എന്ന കഥാസമാഹാരവും മകൻ അഹമ്മദ് മൻഹൽ ഹുസൈന്റെ രചനയായ ഇൻഫിനിറ്റ് എൻഡ് എന്ന കുറ്റാന്വേഷണ നോവലുമാണ് ഒരേ വേദിയിൽ പ്രകാശനം ചെയ്തത്. ഉപ്പയുടെയും മകന്റെയും പുസ്തകങ്ങൾ ഒരേ വേദിയിൽ വെച്ച് പ്രകാശിപ്പിച്ചു. ഹുസൈൻ സിറ്റിസൺ രചിച്ച ഈ ലോകം ഇവിടെ കുറെ മനുഷ്യർ എന്ന കഥാസമാഹാരവും മകൻ അഹമ്മദ് മൻഹൽ ഹുസൈൻ്റെ രചനയായ ഇൻഫിനിറ്റ് എൻഡ് എന്ന കുറ്റാന്വേഷണ നോവലുമാണ് പ്രകാശനം ചെയ്തത്.
കാസർഗോഡ് റൈറ്റേഴ്സ് ഫോറത്തിന്റെ ആഭിമുഖ്യത്തിൽ ജില്ലാ ലൈബ്രറി ഹാളിലാണ് പരിപാടി സംഘടിപ്പിച്ചത്. എഴുത്തുകാരൻ സുറാബ് പ്രകാശനം നിർവഹിച്ചു. എന്നെ നെല്ലിക്കുന്ന് MLA പുസ്തകം ഏറ്റുവാങ്ങി. കവി മാത്രമല്ല, നോവലിസ്റ്റ് മാത്രമല്ല, ഒരു ജനപ്രതിനിധിയാകാൻ പോലും കുറേ ജീവിതാനുഭവങ്ങൾ വേണമെന്നാണ് എനിക്ക് പറയാം. ജീവിതാനുഭവങ്ങൾ ഉണ്ടെങ്കിൽ മാത്രമേ സാധാരണക്കാരൻ്റെ പ്രശ്നങ്ങളിൽ നമുക്ക് ഇടപെടാൻ സാധിക്കുകയുള്ളൂ. സാധാരണക്കാരൻ്റെ പ്രശ്നങ്ങൾ എന്താണ് എന്ന് നമ്മൾ മനസ്സിലാക്കി ആ പ്രശ്നങ്ങൾക്ക് പരിഹാരം കാണാൻ ഒരു ജനപ്രതിക്ക് സാധിക്കണമെങ്കിൽ അയാൾക്ക് കുറേ അനുഭവങ്ങൾ വേണം. കുറേ നോവുകൾ അദ്ദേഹം സഹിച്ചിട്ടുണ്ടാകും. കുറേ നോവുകൾ ഞാൻ സ്വയം സഹിക്കുമ്പോൾ മാത്രമേ എനിക്ക് മറ്റുള്ള ആളുകളുടെ നോവ് എന്തെന്ന് എനിക്ക് മനസ്സിലാക്കാൻ സാധിക്കുകയുള്ളൂ. അപ്പോൾ നല്ല അനുഭവങ്ങളുള്ള ആളുകൾക്ക് മാത്രമേ നല്ല പുസ്തകങ്ങൾ എഴുതാൻ സാധിക്കുകയുള്ളൂ. അതുകൊണ്ടാണ് പ്രിയപ്പെട്ട എൻ്റെ സുഹൃത്ത് ഹുസൈന് ഇത്രയും നന്നായി ഈ പുസ്തകം രചിക്കാൻ കുറേ അനുഭവങ്ങൾ ഉള്ളതുകൊണ്ടാണ്. കഥ എന്നത് ചിലരിൽ മാത്രം നിക്ഷിപ്തമായ സർഗാത്മകത ആണെന്നും വായന കൊണ്ടേ അത് പരിപോഷിപ്പിക്കപ്പെടൂ എന്നും സുറാബ് പറഞ്ഞു. AS മുഹമ്മദ് കുഞ്ഞി അധ്യക്ഷത വഹിച്ചു. ബാലകൃഷ്ണൻ ചെർക്കള പുസ്തക പരിചയം നടത്തി. അഷ്റഫ് അലി ചേരങ്കൈ, കുട്ടിയാനം മുഹമ്മദ് കുഞ്ഞി, MA മുംതാസ്, Y കൃഷ്ണദാസ്, KH മുഹമ്മദ്, അഡ്വക്കേറ്റ് ഫാത്തിമത്ത് മുസൈന ഹുസൈൻ, KV രവീന്ദ്രൻ, രചന അബ്ബാസ് തുടങ്ങിയവർ ആശംസകൾ നേർന്നു. അഹമ്മദ് മൻഹൽ ഹുസൈൻ, ഹുസൈൻ സിറ്റിസൺ എന്നിവർ മറുപടി പ്രസംഗങ്ങൾ നടത്തി. അമീർ പള്ളിയാൻ സ്വാഗതവും നാസർ ചെർക്കളം നന്ദിയും പറഞ്ഞു. ന്യൂസ് ബ്യൂറോ, കാസർഗോഡ്. കുവൈറ്റിലെ തൊഴിലാളി ക്യാമ്പിലുണ്ടായ തീപിടുത്തത്തിൽ നിന്ന് കഷ്ടിച്ച് രക്ഷപ്പെട്ട തൃക്കരിപ്പൂർ ഒളവറ സ്വദേശി TV നളിനാക്ഷൻ മനോധൈര്യം ഒന്നുകൊണ്ട് മാത്രമാണ് ജീവിതം തിരികെ പിടിച്ചത്. കത്തിയമർന്ന് കറുത്ത പുക ശ്വാസം മുട്ടിച്ച ഫ്ളാറ്റിൽ നിന്നും ഗുരുതര പരിക്കേറ്റ് 2 മാസത്തെ ചികിത്സയ്ക്ക് ശേഷം നാട്ടിലെത്തിയ അദ്ദേഹം ഞായറാഴ്ച വൈകുന്നേരമാണ് വീട്ടിലെത്തിയത്. ജൂൺ 12 പുലർച്ചെ കുവൈറ്റിലെ തൊഴിലാളി ക്യാമ്പിലുണ്ടായ തീപിടുത്തത്തിൽ നിന്ന് രക്ഷപ്പെടാൻ 3ാമത്തെ നിലയിൽ നിന്ന് താഴത്തെ നിലയിലെ ജലസംഭരണിയിലേക്ക് എടുത്തു ചാടിയ നളിനാക്ഷൻ വാരിയലിനും നട്ടെല്ലിനും ക്ഷതമേറ്റ് ചികിത്സയിലായിരുന്നു. തീപിടുത്തത്തിൽ തൃക്കരിപ്പൂർ തെക്കുംപാട് സ്വദേശി കുഞ്ഞിക്കേളു ഉൾപ്പെടെ 49 പേരുടെ ജീവൻ പൊലിഞ്ഞിരുന്നു. കുവൈറ്റിൽ സ്വകാര്യ സ്ഥാപനത്തിൽ ജീവനക്കാരനായ നളിനാക്ഷൻ 20 വർഷത്തോളമായി ഗൾഫിൽ തൊഴിലെടുത്തു വരുന്നുണ്ട്. നാട്ടിലും പ്രവാസ ലോകത്തും സാമൂഹ്യ ജീവകാരുണ്യ പ്രവർത്തനങ്ങളിൽ സജീവമായ ഇദ്ദേഹം ഞായറാഴ്ച വൈകുന്നേരം 3:30 ഭാര്യ ബിന്ദുവുമൊത്ത് കൊച്ചിയിൽ വിമാനമിറങ്ങി വന്ദേ ഭാരത് ട്രെയിനിലാണ് കണ്ണൂരിലെത്തിയത്. തുടർന്ന് പറശ്ശിനിക്കടവിൽ മുത്തപ്പൻ ക്ഷേത്ര ദർശനത്തിന് ശേഷമാണ് ഒളവറ ഗ്രന്ഥാലയത്തിന് സമീപത്തെ തറവാട് വീട്ടിലെത്തിയത്. നാട്ടിലെത്തിയതിന്റെ സന്തോഷം പ്രകടിപ്പിക്കുമ്പോഴും ദുരന്തമുണ്ടാവും മുൻപ് ഒരേ കെട്ടിടത്തിൽ താമസിച്ച് ഒരു മേശയ്ക്ക് ചുറ്റുമിരുന്ന് ഭക്ഷണം കഴിച്ചവർ, ഒരുമിച്ച് കഴിഞ്ഞവർ പലരും നഷ്ടപ്പെട്ട ആ ഓർമ്മകൾ നളിനാക്ഷനിൽ ഇപ്പോഴും ഞെട്ടലുണ്ടാക്കുന്നു. ഞങ്ങൾ പ്രവർത്തിച്ചു വന്ന കമ്പനിയുടെ പിന്തുണയും കരുതലുമാണ് ആശുപത്രിയിലും നാട്ടിൽ തിരിച്ചെത്തുന്നതുവരെ എടുത്തു പറയാനുള്ളതെന്ന് നളിനാക്ഷൻ KCN ന്യൂസിനോട് പറഞ്ഞു. ദുരന്തം നടന്നിട്ട് 2 മാസം തികയുന്ന വേളയിലും തങ്ങൾ ജോലി ചെയ്തു വന്ന NBTC കമ്പനി മാനേജിംഗ് ഡയറക്ടർ KG എബ്രഹാം, ജനറൽ മാനേജർ മനോജ് നന്ദ്യാലത്ത്, അസിസ്റ്റന്റ് മാനേജർ റനീഷ് തുടങ്ങിയ എല്ലാവരും തങ്ങൾക്ക് കരുത്തും ആശ്വാസവുമായി കൂടെ നിന്നത് വേഗത്തിൽ സുഖമായി നാട്ടിലെത്താൻ കഴിഞ്ഞുവെന്നും അദ്ദേഹം പറഞ്ഞു. എപ്പോഴും ഇറങ്ങി രക്ഷപ്പെടാൻ പറ്റില്ല, അവിടെയൊക്കെ പുകയായിരുന്നു. പിന്നെ ഏക വഴിയായി ഉള്ളത് ചാടുക എന്നുള്ളതാണ്. അപ്പോഴാണ് എനിക്ക് ഒരു രണ്ട് വാട്ടർ ടാങ്ക് അവിടെ ബിൽഡിങ്ങിൻ്റെ സൈഡിൽ, അവിടെ ആ സ്ഥലത്താണ് ഞാൻ എൻ്റെ കാറ് പാർക്ക് ചെയ്യുക. അപ്പോൾ ഞാൻ തറയിൽ വീണിട്ട് വല്ല പരിക്ക് പറ്റുന്നതിനേക്കാളും നല്ലത് കുറച്ചങ്ങ് സേഫായിരിക്കും വാട്ടർ ടാങ്കിൻ്റെ മുകളിലേക്ക് ചാടിയായിരുന്നു ചെയ്തത്. അതിൽ നിന്ന് ചാടി പിന്നെ വീണ് പിന്നെ എനിക്ക് ഇതോടുകൂടി ബോധം പോയിരുന്നു. പിന്നെ ശരിക്കൊരു ബോധം വരുമ്പോഴേക്കും ഞാൻ ICUയിൽ കിടക്കുകയായിരുന്നു. അത് കഴിഞ്ഞ് 2 ദിവസം കഴിഞ്ഞാണ് സംഭവം ഇത്രയും ഭീകരമായിരുന്നു. 49 പേര് മരണപ്പെട്ടു. അതും ദിവസവും നമ്മൾ കാണുന്നത് രാവിലെയും രാത്രിയൊക്കെ ഒന്നിച്ച് ഇരുന്ന് ഭക്ഷണം കഴിക്കുന്നവർ, നമ്മുടെ കേളുവട്ടൻ, രഞ്ജിത്ത്. ഒരു ദിവസം 3000 രൂപയോളം ആശുപത്രി ചെലവ് വരുന്ന ചികിത്സ കമ്പനി വഹിക്കുകയും നാട്ടിലെത്താനുള്ള എല്ലാ സൗകര്യവും ഒരുക്കിയതായും നളിനാക്ഷൻ പറഞ്ഞു. ഈ വർഷം മാർച്ച് 31 നാട്ടിൽ നിന്നും കുവൈറ്റിലെത്തിയത്. സാമൂഹ്യ ജീവകാരുണ്യ പ്രവർത്തനങ്ങൾക്ക് പുറമെ ബ്ലഡ് ഡോണേഴ്സ് കേരളയുടെ കുവൈറ്റ് കോർഡിനേറ്ററുമാണ്. കാസർഗോഡ് എക്സ്പേർട്ടേഴ്സ് അസോസിയേഷൻ മുൻ ജില്ലാ ജനറൽ സെക്രട്ടറി, ഓർഗനൈസിംഗ് സെക്രട്ടറി, ജോയിന്റ് സെക്രട്ടറി തുടങ്ങിയ ഭാരവാഹിത്വങ്ങളും വഹിച്ചിരുന്നു. ഒളവറ ഗ്രന്ഥാലയത്തിന് സമീപത്തെ ചക്കാപ്പ് രാഘവന്റെയും TV യശോദയുടെയും മകനാണ് നളിനാക്ഷൻ. പരിക്കേറ്റ് കുവൈറ്റിലെ ആശുപത്രിയിൽ ചികിത്സയിലിരിക്കെ ഭാര്യയും മകൻ ആദർശും കുവൈറ്റിലെത്തിയിരുന്നു. കുവൈറ്റ് ആരോഗ്യമന്ത്രി ആശുപത്രിയിലെത്തി നളിനാക്ഷനെയും മറ്റ് പരിക്കേറ്റ തൊഴിലാളികളെയും കണ്ടിരുന്നു. നളിനാക്ഷനെ കാണാൻ വ്യത്യസ്ത മേഖലകളിലുള്ള 100 കണക്കിന് ആളുകൾ ഒളവറയിലെ വീട്ടിലെത്തുന്നുണ്ട്. ഉറുമീസ് തൃക്കരിപ്പൂർ, ന്യൂസ് ബ്യൂറോ, ചെറുവത്തൂർ.
വയനാട്ടിലെ ദുരിതബാധിതരുടെ കണ്ണീരൊപ്പാൻ കൈകോർത്ത് കാസർഗോഡ് ജില്ലയിലെ തെയ്യം കലാകാരന്മാരും. കർക്കടക തെയ്യം കെട്ടിയാടി കിട്ടുന്ന വരുമാനം മുഖ്യമന്ത്രിയുടെ ദുരിതാശ്വാസ നിധിയിലേക്ക് ഉൾപ്പെടെ നൽകിയാണ് ഇവർ മാതൃക തീർക്കുന്നത്. വടക്കൻ കേരളത്തിൽ തെയ്യം കലാകാരന്മാർക്ക് ഇത് വറുതിയുടെ കാലമാണ്. കർക്കിടക മാസത്തിലെ ആദിവ്യാധികൾ അകറ്റാൻ കുട്ടിത്തെയ്യമായ ആടിയും വേടനും മാത്രമാണ് കെട്ടിയാടുന്നത്. തുച്ഛമായ വരുമാനം മാത്രമാണ് ഇതുവഴി ലഭിക്കുന്നതെങ്കിലും വയനാട്ടിലെ ദുരിതബാധിതരുടെ കണ്ണീരൊപ്പാൻ ഇവരും കൈകോർക്കുന്നു. തെയ്യം കെട്ടിയാടി കിട്ടുന്ന വരുമാനം മുഖ്യമന്ത്രിയുടെ ദുരിതാശ്വാസ നിധിയിലേക്ക് നീക്കിവെച്ചിരിക്കുകയാണ് ഇവർ. ഒരു ദിവസം തന്നെ വലിയ തുകയൊന്നും കിട്ടൂല. പരമാവധി ഒരു ചെറിയ തുക മാത്രമേ നമുക്ക് കിട്ടുന്നുള്ളൂ. കാരണം ഒരു 4-5 പേര് ഒന്നിച്ചുണ്ടാവും. പിന്നെ ആടാനും ചെണ്ട കൊട്ടാനും പാടാനും ഒക്കെ ആൾ വേണം. പിന്നെ അങ്ങനെ ഒരു 5-6 തീർച്ചയായും ഉണ്ടാവും, 5 പേരുണ്ടാവും. അപ്പോൾ അങ്ങനെ കിട്ടുന്ന പിന്നെ തുകയിൽ നിന്ന് എല്ലാവരും പിന്നെ ഭാഗം വെച്ചെടുക്കുന്നതാണ്. അപ്പോൾ അങ്ങനെ വരുമ്പോൾ ചെറിയ തുക മാത്രമേ ഉണ്ടാവൂ. എങ്കിൽ പോലും അവർ ഒരു 2 ദിവസത്തെയെങ്കിലും പിന്നെ തുക മുഖ്യമന്ത്രിയുടെ ദുരിതാശ്വാസ നിധിയിലേക്ക് കൊടുക്കണമെന്നാണ് എൻ്റെ ആഗ്രഹം. കർക്കിടകത്തിലെ ആദിവ്യാധികൾ അകറ്റി അനുഗ്രഹം ചൊരിയാൻ വീടുകളിലെത്തുന്ന തെയ്യങ്ങൾ വയനാട്ടിലെ ദുരന്തബാധിതരെ ഹൃദയത്തോടൊപ്പം ചേർത്ത് പിടിക്കുകയാണ്. സഹജീവികളോടുള്ള ഇവരുടെ കരുതൽ ഉറവ പറ്റാത്ത നന്മയുടെ അടയാളപ്പെടുത്തലായും മാറുന്നു. ന്യൂസ് ബ്യൂറോ, കാസർഗോഡ്. സർവീസിന് ശേഷം നിർത്തിയിട്ട സ്വകാര്യ ബസ്സുകളിൽ നിന്നും ഡീസൽ ചോർത്തിയെടുത്ത കേസുമായി ബന്ധപ്പെട്ട് ഒരാൾ പിടിയിൽ. പുത്തികെ കട്ടത്തടുക്കയിലെ PV ഷുക്കൂറിനെയാണ് കുമ്പള പോലീസ് കസ്റ്റഡിയിലെടുത്തത്. സർവീസ് അവസാനിപ്പിച്ച ശേഷം നിർത്തിയിട്ട സ്വകാര്യ ബസ്സുകളിൽ നിന്ന് 285 ലിറ്റർ ഡീസൽ ചോർത്തിയെടുത്തെന്ന കേസുമായി ബന്ധപ്പെട്ട് ഒരാൾ കുമ്പള പോലീസിന്റെ പിടിയിൽ. പുത്തികെ കട്ടത്തടുക്കയിലെ PV ഷുക്കൂറിനെയാണ് കുമ്പള പോലീസ് ഇൻസ്പെക്ടർ PK വിനോദ് കുമാറിന്റെ മേൽനോട്ടത്തിൽ SI K ശ്രീജേഷ് കസ്റ്റഡിയിലെടുത്തത്. ഇയാളുടെ വീട്ടിൽ നടത്തിയ പരിശോധനയിൽ കന്നാസുകളിൽ നിറച്ച 285 ലിറ്റർ ഡീസലും കണ്ടെത്തി. പോലീസ് സംഘത്തിൽ പോലീസുകാരായ ചന്ദ്രൻ, സുധീഷ്, വിനോദ് കുമാർ, ഗോകുൽ, മനോജ് എന്നിവരും ഉണ്ടായിരുന്നു. വെള്ളിയാഴ്ച രാത്രി കുമ്പളയിലെ പെട്രോൾ പമ്പിന് സമീപത്ത് നിർത്തിയിട്ടിരുന്ന 2 ബസ്സുകളിൽ നിന്നാണ് 285 ലിറ്റർ ഡീസൽ മോഷണം പോയത്. രാവിലെ ബസ് സർവീസ് ആരംഭിക്കാനായി ജീവനക്കാർ എത്തിയപ്പോഴാണ് ഡീസൽ മോഷണം പോയ കാര്യം അറിഞ്ഞത്. അറസ്റ്റിലായ ഷുക്കൂർ ഡീസൽ വാങ്ങിയ ആളാണെന്നും മോഷ്ടിച്ച് വിൽപ്പന നടത്തിയ സംഘത്തെ കണ്ടെത്തുവാൻ അന്വേഷണം ഊർജിതമാക്കിയതായും പോലീസ് അറിയിച്ചു. ന്യൂസ് ബ്യൂറോ, കാസർഗോഡ്. കായിക പ്രേമികൾക്കായി ഗ്രാമോത്സവം സംഘടിപ്പിച്ച് അയ്യപ്പനഗർ ഗ്രാമോത്സവ വേദി. 7 വർഷമായി നടത്തിവരുന്ന ഗ്രാമോത്സവം ഇത്തവണ കൂഡ്ലു ഗംഗെ ചെളിപ്പാടത്ത് വെച്ചാണ് നടത്തിയത്. കേളുകുട്ടി ശ്രീ അയ്യപ്പ ഭജന മന്ദിരം മേൽശാന്തി സത്യനാരായണ അഡിക ഉദ്ഘാടനം ചെയ്തു. കേളുകുഡ്ഡെ, ഗുഡ്ഡെ ടെമ്പിൾ, ഗംഗെ, കൂഡ്ലു എന്നീ പ്രദേശങ്ങളിലെ കായിക പ്രേമികൾക്കായി ഗ്രാമോത്സവം സംഘടിപ്പിച്ച് അയ്യപ്പനഗർ ഗ്രാമോത്സവ വേദി. കൂഡ്ലു ഗംഗെ ചെളിപ്പാടത്ത് വെച്ച് 7 വർഷമായി ഗ്രാമോത്സവം നടത്തിവരുന്നുണ്ട്. കഴിഞ്ഞ ദിവസം സംഘടിപ്പിച്ച ഗ്രാമോത്സവം കേളുകുഡ്ഡെ ശ്രീ അയ്യപ്പ ഭജന മന്ദിരം മേൽശാന്തി സത്യനാരായണ അഡിക ഉദ്ഘാടനം ചെയ്തു. മധൂർ ഗ്രാമപഞ്ചായത്ത് 12ാം വാർഡ് മെമ്പർ സൗമ്യ അധ്യക്ഷത വഹിച്ചു. ശ്രീധര ഗുരുസ്വാമി, വസന്ത ഗുരുസ്വാമി, രവിചന്ദ്ര ഗുരുസ്വാമി എന്നിവർ സംബന്ധിച്ചു. 4 മണിക്ക് നടന്ന സമാപന പരിപാടിയിൽ BMS കേരള സംസ്ഥാന ഉപാധ്യക്ഷൻ അഡ്വക്കേറ്റ് P മുരളീധരൻ അധ്യക്ഷത വഹിച്ചു. മധൂർ ഗ്രാമപഞ്ചായത്ത് ഡെവലപ്മെന്റ് സ്റ്റാൻഡിംഗ് കമ്മിറ്റി അധ്യക്ഷൻ രാധാകൃഷ്ണ സൂർലു, PWD ഇലക്ട്രിക്കൽ കോൺട്രാക്ടർ ജയചന്ദ്ര, റിട്ടയർഡ് ഗ്രാമപഞ്ചായത്ത് സെക്രട്ടറി AT നായക്, അടുക്കത്ത് ബയൽ GUPS PTA അധ്യക്ഷൻ ഹരീഷ് KR എന്നിവർ സംബന്ധിച്ചു. ആൺകുട്ടികൾക്കും പെൺകുട്ടികൾക്കുമായി ഓട്ടമത്സരം, മുതിർന്ന സ്ത്രീകൾക്കും പുരുഷന്മാർക്കുമായി ഓട്ടമത്സരം, പുരുഷന്മാർക്കായി വോളിബോൾ മത്സരം, സ്ത്രീകൾക്കും പുരുഷന്മാർക്കുമായി കമ്പവലി മത്സരം, മറ്റ് കായിക മത്സരങ്ങൾ എന്നിവയാണ് ഗ്രാമോത്സവത്തിൽ സംഘടിപ്പിച്ചത്. വളരെ രസകരമായ നിറഞ്ഞ നന്ദി രേഖപ്പെടുത്തുന്നു. 60-ൽ നിന്ന് വളരെ ഡിസ്കൗണ്ടായി 50-ലേക്ക് കിടക്കുകയാണ്. 60 Let's go.
കൈക്കുമുഷ്ടികൾ കൊണ്ട് കമ്പക്കയറി പിടിപെടുത്തി പരാജയത്തിന്റെ മത്സരത്തിലെ വിജയികൾക്കുള്ള സമ്മാന വിതരണവും ചടങ്ങിൽ നടന്നു. ശ്രീ A.T. നായർ ഏഴാം ക്ലാസ്സിലേക്ക് രാധാകൃഷ്ണ സൂർണു. സമ്മാനം നൽകുന്നത് വസന്ത. ശ്രീ സംകപ്പ നായിക് അവരുകളെ ആദരിക്കുകയാണ്. ന്യൂസ് ബ്യൂറോ, കാസർഗോഡ്. ഭാരതീയ മെഡിക്കൽ ആൻഡ് സെയിൽസ് റെപ്രസെന്റേറ്റീവ്സ് അസോസിയേഷൻ BMS കുടുംബസംഗമം മധൂരിൽ നടന്നു. BMS ജില്ലാ സെക്രട്ടറി KV ബാബു ഉദ്ഘാടനം ചെയ്തു. ഭാരതീയ മെഡിക്കൽ ആൻഡ് റെപ്രസെന്റേറ്റീവ്സ് അസോസിയേഷൻ BMS കുടുംബസംഗമം മധൂർ പറക്കല ഗട്ടി സമാജ ഹാളിൽ BMS ജില്ലാ സെക്രട്ടറി KV ബാബു ഉദ്ഘാടനം ചെയ്തു. ഭാരതീയ മസൂർ സംഘത്തിന്റെ ലക്ഷ്യം അവസാനത്തെ തൊഴിലാളി വരെ നമ്മുടെ കൂടെ ചേർത്തുകൊണ്ട് അവന്റെ ദുഃഖത്തിലും സന്തോഷത്തിലും ചേർന്നുകൊണ്ട് പ്രവർത്തിച്ചുകൊണ്ട് ഈ സംഘടന ഇന്ന് കാണുന്ന നിലയിൽ നിന്ന് അടുത്ത വർഷമാകുമ്പോൾ അതിനെ ഇരട്ടിയാക്കി. നമുക്കൊന്നും വേണ്ട, നമ്മളൊന്നും പ്രതീക്ഷിക്കുന്നില്ല. നമ്മുടെ യൂണിറ്റും നമ്മുടെ മേഖലയും നമ്മൾ അതിനെ നശിപ്പിക്കാൻ നമ്മുടെ കൂട്ടത്തിലുണ്ടാവും. നമുക്കറിയാം, 1 കിലോ കടല വാങ്ങിച്ചാൽ എല്ലാ കടലയും നേരാവണമെന്നില്ല. അതിൽ ചില കടലകൾ മോശമായിരിക്കും. ആ സമയത്ത് ആ കടലയെ അല്ലെങ്കിൽ മോശമായ സാധനത്തെ പുറത്തങ്ങ് ചാടിയില്ലെങ്കിൽ നമ്മുടെ കൂട്ടത്തിലിരിക്കുന്ന 99 ആളും നാശത്തിലേക്ക് പോകും. അതുകൊണ്ട് ഒരു സംഘടനയെ തളർത്താനും വളർത്താനും നമുക്ക് മാത്രമേ സാധിക്കൂ. അതിനെ തളർത്തണമെങ്കിൽ നമുക്ക് സാധിക്കും, അതിനെ വളർത്തണമെങ്കിൽ സാധിക്കും. അതുകൊണ്ട് ഈ സംഘടനയെ വളർത്തേണ്ടതും തളർത്തേണ്ടതും നമ്മളാണ്. BMSRA കാസർഗോഡ് ജില്ലാ പ്രസിഡന്റ് K. ഹരിപ്രസാദ് അധ്യക്ഷത വഹിച്ചു. RSS ജില്ലാ കാര്യവാഹക് പവിത്രൻ KK പുറം മുഖ്യപ്രഭാഷണം നടത്തി. മധൂർ ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് K. ഗോപാലകൃഷ്ണ, BMSRA ജില്ലാ പ്രഭാരി K. ജയ്ദീപ്, സംസ്ഥാന സെക്രട്ടറി B. മനീഷ്, BMS ജില്ലാ പ്രസിഡന്റും BMSRA സംസ്ഥാന പ്രസിഡന്റുമായ K. ഉപേന്ദ്രൻ എന്നിവർ സംസാരിച്ചു. BMSRA ജില്ലാ സെക്രട്ടറി K. തേജസ് സ്വാഗതവും K. അനിൽ നന്ദിയും പറഞ്ഞു. തുടർന്ന് കുടുംബാംഗങ്ങളുടെ വിവിധ കലാപരിപാടികളും അരങ്ങേറി. ന്യൂസ് ബ്യൂറോ, കാസർഗോഡ്. വയനാടിന്റെ അതിജീവനത്തിനായി DYFI നിർമ്മിച്ചു നൽകുന്ന വീടുകൾക്കായുള്ള ധനസമാഹരണത്തിൽ വ്യത്യസ്ത മാതൃക തീർത്ത് മഞ്ചേശ്വരം ബായാർ മേഖലാ കമ്മിറ്റി 65,000ഓളം രൂപയാണ് ബിരിയാണി ചലഞ്ചിലൂടെ DYFI സമാഹരിച്ചത്. കേരളത്തെ ഒന്നടങ്കം തീരാവേദനയിലാഴ്ത്തിയ വയനാട് ദുരന്തത്തിന്റെ പശ്ചാത്തലത്തിൽ ഒരു നാടിനെ തന്നെ തിരിച്ചുപിടിക്കുന്നതിനായുള്ള മാതൃകാ പ്രവർത്തനങ്ങളാണ് ഓരോ ഇടങ്ങളിലും നടന്നുകൊണ്ടിരിക്കുന്നത്. സന്നദ്ധ സംഘടനകളും വ്യക്തികളും വിദ്യാർത്ഥികളും രാഷ്ട്രീയ പാർട്ടികളും വയനാടിനെ തിരിച്ചുപിടിക്കാനുള്ള ഓട്ടത്തിലാണ്. റീബിൽഡ് വയനാട് എന്ന ആശയം ഉയർത്തിക്കൊണ്ട് DYFI വീട് നിർമ്മിച്ചു നൽകുന്നതിന്റെ ഭാഗമായി വ്യത്യസ്തമായ ആശയങ്ങളുമായി വിവിധ മേഖലകൾ ധനസമാഹരണം നടത്തിവരുന്നുണ്ട്. ഇതിന്റെ ഭാഗമായി മഞ്ചേശ്വരം ബായാർ മേഖലാ കമ്മിറ്റിയുടെ നേതൃത്വത്തിൽ നടന്ന ബിരിയാണി ചലഞ്ച് ശ്രദ്ധേയമായി. നിരവധി പേർക്ക് ബിരിയാണി വിൽപ്പന നടത്തിക്കൊണ്ട് നടന്ന റീബിൽഡ് വയനാട് ബിരിയാണി ചലഞ്ചിൽ DYFI മഞ്ചേശ്വരം ബ്ലോക്ക് പ്രസിഡന്റ് വിനയ് കുമാർ, മേഖലാ സെക്രട്ടറി സക്കറിയ ബായാർ, പ്രസിഡന്റ് കാർത്തിക്, ട്രഷറർ ആസിഫ് BK, സിദ്ദീഖ് ആവള, ആസ്പീർ ബായാർ, മുസ്തഫ, പ്രജ്വൽ ബായാർ തുടങ്ങിയവർ സംബന്ധിച്ചു. ബിരിയാണി ചലഞ്ചിലൂടെ 65,000 രൂപയാണ് DYFI സമാഹരിച്ചത്. ആക്രി സാധനങ്ങൾ പെറുക്കുകയും DYFI പണം സ്വരൂപിച്ചു വരുന്നുണ്ട്. DYFI ബായാർ മേഖലാ കമ്മിറ്റി നിരവധി പദ്ധതികളാണ് ഏറ്റെടുത്തിട്ടുള്ളത്. കുറച്ച് ദിവസങ്ങൾക്ക് മുമ്പ് അതിജീവനത്തിനായി തട്ടുകട എന്ന 2 ദിവസക്കാലത്തെ തട്ടുകട നിരവധി ആളുകളുടെ വീട്ടിൽ നിന്ന് പലഹാരങ്ങൾ കൊണ്ടുവന്ന് ബായാർ ടൗണിൽ വെച്ച് തട്ടുകട നടത്തുകയും അതിലൂടെ ലാഭവിധം രണ്ടാമത്തെ പദ്ധതിയായ കോംബോ ബിരിയാണി ചാലഞ്ച് ഇന്നലെയാണ് പൂർത്തീകരിച്ചത്. നല്ല സഹകരണമാണ് നാട്ടിലെ ജനങ്ങളിൽ നിന്ന് ലഭിച്ചിട്ടുള്ളത്. ബിരിയാണി ചാലഞ്ചിലൂടെ കുറച്ച് പണം കണ്ടെത്താൻ സാധിച്ചു. ഇനിയുള്ള ദിവസങ്ങളിൽ ആക്രി പിറക്കിങ് കൊണ്ട് DYFI ബായാർ മേഖലാ കമ്മിറ്റിയുടെ വിവിധ മേഖലകളിൽ ആക്രി പിറക്കിങ് കൊണ്ട് അങ്ങനെ എല്ലാ പണവും സ്വരൂപിച്ചും കൊണ്ട് DYFI സംസ്ഥാന കമ്മിറ്റിക്ക് നൽകാനാണ്. അതിജീവനത്തിനായി തട്ടുകട എന്ന ക്യാമ്പയിനുമായി കഴിഞ്ഞ ദിവസം ബായാർ കേന്ദ്രീകരിച്ച് തട്ടുകടയും നടത്തിയിരുന്നു.
ന്യൂസ് ബ്യൂറോ, കാസർഗോഡ്. ജോയിന്റ് ചികിത്സാ സഹായത്തിന് ബിരിയാണി ചലഞ്ചുമായി വള്ളിക്കടവിലെ നാട്ടുകാർ. 10,000-ഓളം ബിരിയാണിയാണ് ചലഞ്ചിന്റെ ഭാഗമായി വിതരണം ചെയ്തത്. 7 ലക്ഷം രൂപയാണ് ബിരിയാണി ചലഞ്ചിലേക്ക് സംഭാവനയായി ലഭിച്ചത്. കരൾ മാറ്റിവയ്ക്കൽ ശസ്ത്രക്രിയയ്ക്ക് സാമ്പത്തിക ബുദ്ധിമുട്ട് നേരിടുന്ന മാലോം വള്ളിക്കടവിലെ ജോയിന്റ് ചികിത്സയ്ക്കായി കൈകോർത്ത് വള്ളിക്കടവിലെ പ്രദേശവാസികൾ ബിരിയാണി ചലഞ്ച് നടത്തിയാണ് ചികിത്സയ്ക്കായുള്ള ധനസമാഹരണം നടത്തിയത്. സോഷ്യൽ മീഡിയ പ്ലാറ്റ്ഫോമുകൾ എങ്ങനെ സമൂഹത്തിന് ഗുണകരമാവുമെന്നതിന്റെ തെളിവ് കൂടിയായി 10,000-ലധികം ബിരിയാണി വിതരണം ചെയ്താണ് ബിരിയാണി ചലഞ്ച് നടന്നത്. നാട്ടുകാരനായ ജോയിനെ സഹായിക്കേണ്ടതിന്റെ ആവശ്യകത മനസ്സിലാക്കിയ ഡാർലിൻ ജോർജ് കടവനും ഗിരീഷ് വട്ടക്കാട്ടും ചേർന്ന് രൂപീകരിച്ച വാട്സപ്പ് ഗ്രൂപ്പിൽ മണിക്കൂറുകൾക്കുള്ളിൽ തന്നെ 1000-ലധികം ആളുകൾ ചേർന്നു. ഗ്രൂപ്പിൽ നടന്ന ചർച്ചയ്ക്ക് ശേഷം ജനകീയ കൂട്ടായ്മ വിളിച്ചു ചേർക്കുകയും കമ്മിറ്റി രൂപീകരിക്കുകയും ചെയ്തു. ഗിരീഷ് വട്ടക്കാട്ട് ചെയർമാനും ജോബി കാരുവിൽ ജനറൽ കൺവീനറും വിനോദ് കുമാർ PG ട്രഷററും ഡാർലിൻ ജോർജ് കടവൻ മീഡിയ കോർഡിനേറ്ററുമായ കമ്മിറ്റിയുടെ നേതൃത്വത്തിൽ ബളാൽ, വെസ്റ്റളേരി, ഈസ്റ്റളേരി പഞ്ചായത്തുകളിൽ നിന്നും ബിരിയാണിയുടെ ഓർഡർ സ്വീകരിച്ചു. മാലോത്ത് കസബ സ്കൂളിലെ അധ്യാപകരും വിവിധ ക്ലബ്ബുകളും യുവജന കൂട്ടായ്മകളും ജനകീയ കമ്മിറ്റിക്ക് പിന്തുണയുമായി രംഗത്തെത്തി. ബിരിയാണി ചലഞ്ചിന്റെ വിതരണോദ്ഘാടനം മാലോം സെന്റ് ജോർജ് ഫൊറോന ചർച്ച് വികാരി ഫാദർ ജോർജ് തൈക്കുന്നമ്പുറം, അടുക്കളക്കുന്ന് ഭഗവതി ക്ഷേത്രം കമ്മിറ്റി വൈസ് പ്രസിഡന്റ് വിനോദ് കുമാർ PG, കൊന്നക്കാട് മുഹമ്മദ് റാഷിദ്, ഹിമമി സഖാഫി എന്നിവർ ചേർന്ന് കമ്മിറ്റി ചെയർമാൻ ഗിരീഷ് വട്ടക്കാട്ടിനും ജനറൽ കൺവീനർ ജോബി കാര്യവിലിനും നൽകി നിർവഹിച്ചു. എല്ലാ ഭാഗത്തുനിന്നും നമ്മൾ പ്രതീക്ഷിക്കുന്നതിനേക്കാട്ടിലും കൂടുതൽ സപ്പോർട്ടും പ്രതീക്ഷിക്കുന്നതിനേക്കാട്ടിലും കൂടുതൽ ആൾക്കാർ നമുക്ക് സംഭാവനയായിട്ടും ഞങ്ങൾക്കിപ്പോൾ മൊത്തം ഒരു 7 ലക്ഷം രൂപയിൽ മീതെ സംഭാവനയായിട്ട് തന്നെ കിട്ടിയിട്ടുണ്ട്. അതുപോലെ തന്നെ ഈ ബിരിയാണി ചലഞ്ച് ഞങ്ങൾ ആദ്യം വിചാരിച്ചു ഒരു 5,000 അല്ലെങ്കിൽ 4,000 നമുക്ക് ചെയ്യാമെന്നാണ്. അത് കഴിഞ്ഞ് ഈ നാട്ടിലുള്ള മുഴുവനും ആൾക്കാർ പഞ്ചായത്ത് തെരഞ്ഞെടുപ്പിന് എങ്ങനെ വീടുകൾ കയറുന്നു അതുപോലെ തന്നെ വീടുകൾ കയറി ഓർഡറുകൾ എടുത്ത് 10,000-ന് മീതയിലേക്ക് ഓർഡറുകൾ എടുത്ത് ഞങ്ങളിപ്പം കൊടുക്കാൻ തീരുമാനിച്ചു. മക്കൾ മാതാപിതാക്കളെ അനാഥശാലയിലേക്കൊക്കെ വലിച്ചെറിയപ്പെടുമ്പോൾ തൻ്റെ പ്രിയപ്പെട്ട പിതാവിനെ മാറോട് ചേർത്ത് പിടിച്ചുകൊണ്ട് തൻ്റെ ജീവൻ്റെ ഒരു തുടിപ്പ് പറിച്ചു നൽകാനായിട്ട് താല്പര്യം കാണിച്ച എഡിസനെ ഞാൻ നന്ദിയോടെ ഓർക്കുകയാണ്. ആ മകൻ്റെ പിതൃസ്നേഹത്തിൻ്റെ മഹാത്മ്യം ലോകം തിരിച്ചറിയട്ടെ എന്ന് ആഗ്രഹിക്കുകയാണ്. ചികിത്സാ കമ്മിറ്റി ചെയർമാൻ രാജു കട്ടക്കയം, ND വിൻസെന്റ്, ആൻഡ്രൂസ് വട്ടക്കുന്നൽ തുടങ്ങിയവരും സജീവമായിരുന്നു. TK എവുജിൻ, ജോൺസൺ ചിറയത്ത്, ഷോബി ജോസഫ്, PC രഘുനാഥൻ തുടങ്ങിയവർ പിന്തുണയുമായി രംഗത്തുണ്ടായിരുന്നു. ന്യൂസ് ബ്യൂറോ, കാസർഗോഡ്. കേരള തുളു അക്കാദമിയുടെ നേതൃത്വത്തിൽ പാവൂർ ബച്ചലിക്കയിലെ സ്നേഹാലയത്തിൽ ആട്ടിത അട്ടനെ പരിപാടി സംഘടിപ്പിച്ചു. മഞ്ചേശ്വരം MLA AKM അഷ്റഫ് ഉദ്ഘാടനം ചെയ്തു. തുളു ഭാഷയും സംസ്കാരവും സംരക്ഷിക്കുകയും വികസിപ്പിക്കുകയും ചെയ്യുക എന്ന ലക്ഷ്യത്തോടെ തുളു അക്കാദമിയുടെ നേതൃത്വത്തിൽ സംഘടിപ്പിച്ച ആട്ടിത അട്ടനെ പരിപാടി മഞ്ചേശ്വരം MLA AKM അഷ്റഫ് ഉദ്ഘാടനം ചെയ്തു. സദാശിവ ഷെട്ടിക്കുളൂർ ദീപം തെളിയിച്ച് പരിപാടികൾക്ക് തുടക്കം കുറിച്ചു. തുളു അക്കാദമി പ്രസിഡന്റ് KR ജയാനന്ദ അധ്യക്ഷത വഹിച്ചു. മഞ്ചേശ്വരം ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് ജീൻ ലവീന മൊന്തേറോ, പർക്കാടി ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് ഭാരതി S, സുബ്ബയ്യ റായ്, ഹാജിറ മൂസ, രവീന്ദ്രനാഥ് ആൽവ, സന്തോഷ് മോഡ, B രമേശ്, PR ഷെട്ടിക്കുളൂർ, കൃഷ്ണപ്പ പൂജാരി, പത്മനാഭ തുടങ്ങിയവർ മുഖ്യാതിഥികളായി പങ്കെടുത്തു. ഉദ്യാവര ശ്രീ അരശുമഞ്ചേശ്വർ ക്ഷേത്രം ദൈവനർത്തകൻ രാജ ബെൽച്ചാട പരിപാടിക്ക് ആശംസകൾ നേർന്ന് സംസാരിച്ചു. തുളുനാടിന്റെ വൈവിധ്യമാർന്ന വിഭവങ്ങൾ ഒരുക്കിയുള്ള ഭക്ഷണ വിതരണവും നടന്നു. 100 ആളുകൾ തനത് വിഭവത്തിന്റെ രുചി ആസ്വദിച്ചു. ബിരിന്ദ സാർ, പൈനാപ്പിൾ സാർ, കുക്കു സാർ, തിമാരെ ചട്നി തുടങ്ങിയ തുളുനാടിന്റെ പ്രത്യേക വിഭവങ്ങൾ ഉണ്ടായിരുന്നു. പരിപാടിക്ക് ജോസഫ് സ്വാഗതവും കൃഷ്ണവേണി ടീച്ചർ നന്ദിയും പറഞ്ഞു. അബ്ദുൾ റഹ്മാൻ ഉദ്യാവർ, ന്യൂസ് ബ്യൂറോ, മഞ്ചേശ്വരം. പനത്തടി മണ്ഡലം കോൺഗ്രസ് കമ്മിറ്റിയുടെയും അഹല്യ ഫൗണ്ടേഷൻ കണ്ണാശുപത്രിയുടെയും സംയുക്താഭിമുഖ്യത്തിൽ നേത്രപരിശോധനാ ക്യാമ്പ് നടത്തി. ക്യാമ്പിൽ നിരവധി പേർ പങ്കെടുത്തു. മുൻ മുഖ്യമന്ത്രി ഉമ്മൻചാണ്ടിയുടെ 1ാം ചരമവാർഷികത്തിന്റെ ഭാഗമായി നടപ്പിലാക്കുന്ന കാരുണ്യസ്പർശം പദ്ധതിയുടെ ഭാഗമായാണ് പനത്തടി മണ്ഡലം കോൺഗ്രസ് കമ്മിറ്റിയും അഹല്യ ഫൗണ്ടേഷൻ കണ്ണാശുപത്രിയും ചേർന്ന് നേത്ര പരിശോധനാ ക്യാമ്പും തിമിര രോഗനിർണയവും നടത്തിയത്. കരിക്കെ ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് K ബാലചന്ദ്രൻ കാട്ടൂർ ഉദ്ഘാടനം ചെയ്തു. മണ്ഡലം കോൺഗ്രസ് പ്രസിഡന്റ് KJ ജെയിംസ് അധ്യക്ഷത വഹിച്ചു. KN വിജയൻ സ്വാഗതം പറഞ്ഞു. ഡോക്ടർ അഭിരാമി, ജിതിൻ തുടങ്ങിയവർ സംസാരിച്ചു. ക്യാമ്പിൽ നിരവധി പേർ പങ്കെടുത്തു.
മുഖ്യമന്ത്രിയുടെ ദുരിതാശ്വാസ നിധിയിലേക്ക് ക്ഷേത്ര കൂട്ടായ്മയും കൈകോർക്കുന്നു. രാവണീശ്വരം രാമങ്കുന്ന് ശ്രീ വിഷ്ണുമൂർത്തി ദേവസ്ഥാന ഭാരവാഹികളാണ് വയനാട്ടിലെ ദുരിതബാധിതരെ ചേർത്ത് നിർത്താൻ ഒരുമിച്ചത്. മാതൃസമിതി ഉൾപ്പെടെ ചേർന്ന് സ്വരൂപിച്ച ഫണ്ട് മുഖ്യമന്ത്രിയുടെ ദുരിതാശ്വാസ നിധിയിലേക്ക് കൈമാറി. വയനാട്ടിലെ ഗ്രാമങ്ങളെ പുനർനിർമ്മിക്കാൻ മുഖ്യമന്ത്രിയുടെ ദുരിതാശ്വാസ നിധിയിലേക്ക് സഹായം കൈമാറുന്നത് നിരവധി പേരാണ്. ഉരുൾപൊട്ടലിൽ സർവ്വതും നഷ്ടപ്പെട്ട വയനാട്ടിലെ കുടുംബങ്ങൾക്കായി കൈകോർക്കുകയാണ് ലോകമെമ്പാടുമുള്ള മനുഷ്യർ. കാസർഗോഡ് ജില്ലയിലെ പ്രസിദ്ധവും ഐതിഹ്യ സമ്പന്നവുമായ രാവണീശ്വരം രാമംകുന്ന് ശ്രീ വിഷ്ണുമൂർത്തി ദേവസ്ഥാന കൂട്ടായ്മയും ദുരിതാശ്വാസ നിധിയിലേക്ക് കൈകോർത്തു. ദേവസ്ഥാന ഭാരവാഹികളാണ് വയനാട്ടിലെ ദുരിതബാധിതരെ ചേർത്ത് നിർത്താൻ ഒരുമിച്ചത്. ഉരുൾപൊട്ടലുമായി ബന്ധപ്പെട്ട് ഒരുപാട് കുടുംബങ്ങൾ ഇത് ഒന്നുമില്ലാതെ ആയിട്ടുണ്ട്. അപ്പോൾ അങ്ങനെ നമ്മളെ അമ്പല കമ്മിറ്റിയും അതുപോലെ തന്നെ മാതൃസമിതിയും സംയുക്തമായി ചേർന്നുകൊണ്ട് ദുരിതം അനുഭവിക്കുന്ന ജനങ്ങൾക്ക് വേണ്ടിയിട്ട് ഒരു സഹായം ചെയ്യണം എന്നുള്ളൊരു ആലോചനയാണ് ഇതിൻ്റെ ഭാഗത്തുണ്ടായത്. അതിൻ്റെ ഭാഗമായിട്ട് എല്ലാ കമ്മിറ്റി അംഗങ്ങളും അവരവരായി കഴിയുന്ന ഒരു ചെറിയ തുക സ്വരൂപിച്ചുകൊണ്ട് അങ്ങനെ മുഖ്യമന്ത്രിയുടെ ദുരിതാശ്വാസ നിധിയിലേക്ക് ഒരു സംഭാവനയായി നൽകണം എന്നൊരു ഉദ്ദേശത്തിലാണ് ഇങ്ങനെയൊന്ന് ചെയ്തത്. മാതൃസമിതി ഉൾപ്പെടെ ചേർന്ന് സ്വരൂപിച്ച ഫണ്ട് മുഖ്യമന്ത്രിയുടെ ദുരിതാശ്വാസ നിധിയിലേക്ക് കൈമാറി. ദേവസ്ഥാന ഭാരവാഹികളായ പ്രസിഡന്റ് സുമേഷ്, സെക്രട്ടറി ഷിബു, ട്രഷറർ സുരേന്ദ്രൻ എന്നിവർ ചേർന്ന് അജാനൂർ ഗ്രാമപഞ്ചായത്ത് വൈസ് പ്രസിഡന്റ് കെ സബീഷിന് സഹായനിധി കൈമാറി. നമ്മുടെ നാട്ടിലെ മുഴുവൻ ജനങ്ങളും ദുരന്തം അനുഭവിക്കുന്ന എല്ലാ ആളുകളെയും ചേർത്ത് പിടിക്കുന്ന ഒരു കാഴ്ചയാണ് നമ്മൾ കണ്ടത്. മുഖ്യമന്ത്രിയുടെ ദുരിതാശ്വാസ നിധിയിലേക്കും വയനാട് ദുരന്ത മേഖലയിലെ മറ്റ് ദുരിതാശ്വാസ പ്രവർത്തനങ്ങൾക്കും ഒരുപാട് വ്യക്തികളും സംഘടനകളും വലിയ നിലയിൽ സംഭാവന ചെയ്യുന്ന അനുഭവം ഉണ്ടായിട്ടുണ്ട്. ചടങ്ങിൽ ദേവസ്ഥാന കമ്മിറ്റി അംഗങ്ങൾ, മാതൃസമിതി അംഗങ്ങൾ എന്നിവരും പങ്കെടുത്തു. ന്യൂസ് ബ്യൂറോ, കാഞ്ഞങ്ങാട്. CPIM ബല്ല ലോക്കൽ കമ്മിറ്റിയുടെ നേതൃത്വത്തിൽ ബഹുജന കൂട്ടായ്മ സംഘടിപ്പിച്ചു. ജില്ലാ കമ്മിറ്റി അംഗം PK നിഷാന്ത് ഉദ്ഘാടനം ചെയ്തു. കാഞ്ഞങ്ങാട് ചെമ്മിട്ടംവേലിൽ CPIM ബല്ല ലോക്കൽ കമ്മിറ്റിയുടെ നേതൃത്വത്തിൽ സംഘടിപ്പിച്ച ബഹുജന കൂട്ടായ്മ ജില്ലാ കമ്മിറ്റി അംഗം PK നിഷാന്ത് ഉദ്ഘാടനം ചെയ്തു. നികുതി ഏകീകരണമാണ് GST എന്ന് പറയുന്ന സംവിധാനം കൊണ്ടുവന്ന് ഈ രാജ്യത്തെ സംസ്ഥാനങ്ങൾക്ക് കൂടി സഹായകമാകുന്ന നിലയിൽ രൂപമുണ്ടായിരുന്ന ഒരു നികുതി ഘടനയെ പൂർണ്ണമായും തങ്ങളുടെ കൈകളിലേക്ക് കൊണ്ടുവന്ന് അതിനാവശ്യം ഉള്ള സമയത്ത് തങ്ങളുടെ താല്പര്യത്തിനനുസരിച്ച് സംസ്ഥാനങ്ങൾക്ക് വിതരണം ചെയ്യാൻ കഴിയുന്ന ഒരു നിയന്ത്രണത്തിലേക്ക് നികുതി ഘടനയെ പരിഷ്കരിച്ചു എന്നുള്ളതാണ്. അപ്പൊ നോട്ടു നിരോധനവും നികുതി പരിഷ്കരണവും സത്യത്തിൽ ഈ രാജ്യത്ത് സാമ്പത്തിക മേധാവിത്വം നേടിയെടുക്കുന്നതിന് വേണ്ടിയിട്ടുള്ള BJP ഗവൺമെന്റിന്റെ ഒന്നാമത്തെ അജണ്ടയായി നമുക്ക് കാണാനാവണം. കാരണം ഇപ്പോ നമ്മൾ ചർച്ച ചെയ്യുന്ന സാമ്പത്തിക പ്രതിസന്ധി പ്രത്യേകിച്ചും കേരളത്തിനകത്ത് നിൽക്കുമ്പോൾ ആ സാമ്പത്തിക പ്രതിസന്ധിയുടെ ഏറ്റവും പ്രധാനപ്പെട്ട കാരണം കേന്ദ്ര ഗവൺമെന്റിൽ നിന്ന് സമയാസമയമായി നമുക്ക് ലഭിക്കേണ്ടിയിരുന്ന അർഹമായ വിഹിതം പോലും നമുക്ക് ലഭിക്കുന്നില്ല എന്നതുകൂടിയാണ്. P. നാരായണൻ അധ്യക്ഷത വഹിച്ചു. ലോക്കൽ സെക്രട്ടറി M. സേതു സ്വാഗതം പറഞ്ഞു. BM കൃഷ്ണൻ, N. ഗോപി, KV വിശ്വനാഥൻ എന്നിവർ സംസാരിച്ചു. ന്യൂസ് ബ്യൂറോ, കാഞ്ഞങ്ങാട്. പ്രധാന വാർത്തകൾ ഒരിക്കൽ കൂടി. അർജുനെ കാണാതായി 28 ദിവസമാകുന്നു. ഗംഗാവലിപ്പുഴയിൽ അടിയൊഴുക്ക് കുറഞ്ഞ സാഹചര്യത്തിൽ തിരച്ചിൽ ഉടൻ പുനരാരംഭിച്ചില്ലെങ്കിൽ ശിരൂരിലെത്തി പ്രതിഷേധിക്കുവാനൊരുങ്ങി കുടുംബം. അശാസ്ത്രീയമായ ദേശീയപാത പ്രവൃത്തി. ചെർക്കളയ്ക്കും ചട്ടഞ്ചാലിനുമിടയിൽ VK പാറയിൽ റോഡിടിഞ്ഞു വീണ് നിരവധി കുടുംബങ്ങളുടെ വഴിയടഞ്ഞു. ഉപ്പയുടെയും മകന്റെയും പുസ്തകങ്ങൾ ഒരേ വേദിയിൽ വെച്ച് പ്രകാശനം ചെയ്തു. ഹുസൈൻ സിറ്റിസണിന്റെയും മകൻ അഹമ്മദ് മൻഹൽ ഹുസൈന്റെയും പുസ്തകങ്ങളാണ് പ്രകാശനം ചെയ്തത്. കുവൈറ്റിലെ തീപിടുത്തത്തിൽ നിന്നും രക്ഷപ്പെട്ട തൃക്കരിപ്പൂർ സ്വദേശി നളിനാക്ഷൻ നാട്ടിലെത്തി. മനോധൈര്യം ഒന്നുകൊണ്ട് മാത്രമാണ് ജീവിതം തിരികെ പിടിച്ചത്. കർക്കിടക തെയ്യം കെട്ടിയാടി കിട്ടുന്ന വരുമാനം മുഖ്യമന്ത്രിയുടെ ദുരിതാശ്വാസ നിധിയിലേക്ക്. വയനാടിന്റെ കണ്ണീരൊപ്പാൻ കൈകോർത്ത് തെയ്യം കലാകാരന്മാരും. കായിക പ്രേമികൾക്കായി ഗ്രാമോത്സവം സംഘടിപ്പിച്ച് അയ്യപ്പനഗർ ഗ്രാമോത്സവ വേദി. കൂഡ്ലു ഗംഗൈ ചെളിപ്പാടത്ത് സംഘടിപ്പിച്ച ഗ്രാമോത്സവം നാടിന്റെ ഉത്സവമായി. ഇതോടെ ഈ വാർത്താ ബുള്ളറ്റിൻ അവസാനിക്കുന്നു. നമസ്കാരം.